ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ശരിയാക്കിയാലോ. ഇതെൻ്റെ ഒരു പരിചയക്കാരൻ്റെയാണ്. അപ്പം പുള്ളി പറഞ്ഞ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ചാർജിങ് പിന്നെ അകത്ത് പോയെന്നാണ്, അത് കട്ടായി ഒടിഞ്ഞു പോയി അതിനകത്ത് പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് നോക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് അടിച്ചേക്കുക. നേരത്തെ ഇത് അഴിച്ചു വെച്ചിരിക്കുമായിരുന്നു, അപ്പോൾ നമുക്ക് തുറക്കാം ഇത്. അപ്പം പ്രശ്നം വേറൊന്നുമല്ല, ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ് കുഴപ്പം. ഇതിൻ്റെ പ്രിൻ്റ് ഇളകിയിട്ടുണ്ട്. ഈ പോർട്ടിനകത്ത് കണ്ട നമ്മുടെ PCBക്കകത്തൊന്നും പ്രിൻ്റ് ഇളകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ PCBയിലെ ട്രാക്കെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സാധനം നമുക്കൊന്ന് അഴിച്ചു നോക്കാം എന്തായാലും. ഓക്കെ, ഈ ബോർഡ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് അഴിക്കാം. സാധാരണ ഇങ്ങനൊരു പ്രശ്നം വരാൻ കാരണം ഈ നമ്മുടെ ചാർജർ തിരിച്ചു കുത്തുമ്പോൾ ബലമായിട്ടൊക്കെ കുട്ടികൾ ഉപയോഗിക്കുമ്പോഴൊക്കെ അങ്ങനെ വരാറുണ്ട്. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ സ്ക്രൂ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് അഴിച്ചിട്ട് എവിടെയെങ്കിലും മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ ബോർഡൊന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഓക്കെ, ബോർഡിൻ്റെ പ്രശ്നമാണ്, അതായത് നമ്മുടെ ചാർജറിൻ്റെ ഇത് വയ്ക്കുന്ന പോർട്ട് വയ്ക്കുന്ന സ്ഥലത്ത് പ്രശ്നമുണ്ട്. അതും പ്രിൻ്റെല്ലാം പോയി കിടക്കുക. അപ്പോൾ ഒരു സൈഡിലും പ്രശ്നമുണ്ട്. അപ്പം എന്തായാലും ഇനി നമുക്ക് ജമ്പർ അടിച്ച് കൊടുത്താനേ പറ്റത്തുള്ളൂ. ചെറിയ കമ്പി വെച്ചിട്ട് പോയ വശത്തുനിന്ന് ഇതിലൂടെ സോൾഡർ ചെയ്യണം, അങ്ങനെ പറ്റത്തുള്ളൂ. നമുക്ക് ഈ പോർട്ട് പിടിപ്പിക്കുന്നിട്ട് അവിടെ ഒന്ന് വൃത്തിയാകാം. മൊത്തം അതിൻ്റെ പ്രിൻ്റെല്ലാം ഇളകിയിരിക്കും. അപ്പോൾ പഴയ സോൾഡറിങ്ങൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീനായിട്ട് നല്ല ഭംഗിയായിട്ട് ഒന്ന് വൃത്തിയാക്കി ഇച്ചിരി പേസ്റ്റ് നല്ലപോലെ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആ പ്രിൻറ്റിനൊക്കെ പ്രശ്നം വരും. കണക്ഷൻ ഒന്നും തന്നെ അവിടെ കിട്ടത്തില്ല, അതാണ് പ്രശ്നം. പിന്നെ നമ്മളിതിന് സെപ്പറേറ്റ് ജമ്പർ അടിച്ചു കൊടുക്കണം. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ പോർട്ട് പിടിപ്പിക്കാം. അപ്പോൾ അതിനകത്ത് ഒരു ഹോളുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ ഹോള് കറക്റ്റ്, ആ പോർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ലെഗുണ്ട്, ആ ലെഗ് കറക്റ്റ് ആക്കി വെച്ചിട്ട് വേണം നമ്മളത് കറക്റ്റ് സോൾഡർ ചെയ്യാനായിട്ട്. എല്ലാം കറക്റ്റായിട്ട് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. ഞാനിത് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് സോൾഡർ ചെയ്യാം. ഓക്കെ, ഞാൻ ആ സൈഡ് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് പറഞ്ഞല്ലോ പ്രിൻ്റൊക്കെ ഇളകിയിരിക്കും. അപ്പോൾ ആ സൈഡിലെല്ലാം നല്ല ഭംഗിയായിട്ട് സോൾഡർ ചെയ്യണം, അല്ലെങ്കിൽ ഇളകി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം എല്ലാ വശത്തും നമുക്ക് പറ്റുന്നത്രയും സൈഡിലോട്ട് നല്ല രീതിയിൽ സോൾഡർ ചെയ്യണം. സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം വേറൊന്നുമല്ല, മറ്റുള്ള കമ്പോണൻറ്റുകളിലൊന്നും ടച്ച് ചെയ്യാതെ വേണം സോൾഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ പ്രിൻ്റ് ഇളകിയേക്കുന്നുകൊണ്ടാണ് ഞാൻ അവിടെയൊക്കെ സോൾഡർ ചെയ്യുന്നത്. അന്നെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഉറച്ചിരിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുത്തുമ്പോൾ ചിലപ്പോൾ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. പ്രിൻ്റ് ആ സൈഡിൽ ഇളകിയിട്ടുണ്ടായിരുന്നു, ഗ്രൗണ്ട് സൈഡിൽ. അപ്പോൾ ഞാനത് ഒന്നുകൂടെ ഒന്ന് ശരിക്കും നല്ലപോലെ സോൾഡർ ചെയ്യാണ്. ഇതിൻ്റെ പ്രിൻ്റ് പോയതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്ന് കണക്ഷൻ കറക്റ്റ് കൊടുക്കാനായിട്ട് ജമ്പർ അടിച്ചു കൊടുക്കണം. അത് നമുക്ക് ചെറിയ കനം കുറഞ്ഞ ചെമ്പ് കമ്പി, ഇൻസുലേറ്റഡ് കമ്പി ഉപയോഗിക്കാം. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾഡർ ചെയ്യാം. പിന്നെ ഇത് ശ്രദ്ധിച്ചാൽ മതി, മറ്റുള്ള ഭാഗങ്ങളിലൊന്നും പിന്നെ ഷോർട്ടാകാതെ വേണം നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്യാനായിട്ട്. സാധാരണ ലെൻസ് വേണം, പക്ഷേ ഞാൻ തൽക്കാലം ലെൻസ് ഉപയോഗിക്കുന്നില്ല, അല്ലാതെ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. വയർ ആദ്യം ഞാൻ കണക്ട് ചെയ്തു, പിന്നെ അടുത്തത് ഒരെണ്ണോടെ കണക്ഷൻ കൊടുക്കാനുണ്ട്, അപ്പോൾ അതുകൂടെ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ വളരെ ചെറിയ ഇതായതുകൊണ്ട് തന്നെ SMD ആണല്ലോ ഈ സാധനം, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് സോൾഡർ ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള പാർട്സുകളിലോട്ട് ഇതിൻ്റെ സോൾഡറിങ് ചെല്ലാൻ ചാൻസ് ഉണ്ട്. പറ്റുമെങ്കിൽ ഒരു ലെൻസൊക്കെ ഉണ്ടെങ്കിൽ ലെൻസ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇച്ചിരി നമുക്ക് വ്യക്തമായിട്ട് വലുതായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ സോൾഡർ ചെയ്യുന്നതിൻ്റെ ആ ടിപ്പുണ്ടല്ലോ, നല്ലപോലെ എപ്പോഴും നല്ല മുനയൊക്കെ ഉള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ SMD കമ്പോണൻറ്റ് സോൾഡർ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഏകദേശം ആ സൈഡിലൂടെ ശരിയായിട്ടുണ്ട്. പോർട്ടിൽ നിന്നുള്ള ഈ ഗ്രൗണ്ട് കണക്ഷനാണ് പോയിരുന്നത്, അപ്പോൾ അത് ഞാൻ ആ സൈഡിലോട്ട് തന്നെ വെച്ച് സോൾഡർ ചെയ്യുകയാണ്. നന്നായിട്ട് തന്നെ സോൾഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ സോൾഡറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോൾഡർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക, അതിൻ്റെ ആ കണക്ഷൻ വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് തമ്മിൽ എവിടെയെങ്കിലും ടച്ച് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക.
സാധാരണ PCB ക്ലീനറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ തൽക്കാലം അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് സ്ക്രൂ ഒക്കെ പിടിപ്പിക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്ക്രൂ എല്ലാം മുറുക്കിയതിന് ശേഷം നമുക്ക് കണക്ഷനൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാം. ഇതെങ്ങനെയാണ് വർക്കിംഗ് കണ്ടീഷനൊക്കെ ഒന്ന് നോക്കണം. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻ ഒക്കെ കൊടുക്കാം കറക്റ്റായിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് പരിശോധിക്കാം കറക്റ്റായിട്ടാണോ ചാർജിങ് ആകുന്നത് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചാർജർ ഒന്ന് കുത്തി നോക്കാം എങ്ങനെയുണ്ട്, ചാർജ് ആവുന്നുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ഇപ്പം ചാർജ് ആവുന്നുണ്ട്, കുഴപ്പമില്ല. ആ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഈ ബാറ്ററി ചാർജ് വളരെ കുറവാണ്. അപ്പോൾ അത് ഓണാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും അത് കുറച്ച് നേരം കുത്തിയിടേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ചാർജ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇത് വർക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കണം. നമ്മുടെ സംഭവം വർക്കായിട്ടുണ്ട്. Baby, yo te dije